ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഒരു രക്ഷിതാവാകുക എന്നത് ആവേശം, പ്രതീക്ഷ, സ്നേഹം എന്നിവയാൽ നിറഞ്ഞ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയാണ്. വളരെയധികം സന്തോഷവും ഉത്തരവാദിത്തവും നൽകുന്ന, ജീവിതത്തെ ആഴത്തിലുള്ള രീതിയിൽ പരിവർത്തനം ചെയ്യുന്ന ഒരു നിമിഷമാണിത്. ആദ്യത്തെ പോസിറ്റീവ് ഗർഭ പരിശോധന മുതൽ നിങ്ങളുടെ കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്നതുവരെ, മാതാപിതാക്കളാകാനുള്ള യാത്ര വിലയേറിയതും മറക്കാനാവാത്തതുമായ ഒരു അനുഭവമാണ്. നിങ്ങളുടെ കുഞ്ഞിനെ കൈകളിൽ പിടിച്ചുകൊണ്ട്, അവർ വളരുന്നത് നോക്കി, അവരുടെ ഭാവി രൂപപ്പെടുത്തുന്നത് ഒരു വിലയേറിയ അനുഭവമാണ്. മാതൃത്വം സ്നേഹം, ക്ഷമ, നിസ്വാർത്ഥ എന്നിവ പഠിപ്പിക്കുന്നു, ജീവിതത്തിന് പുതിയ ലക്ഷ്യവും പൂർത്തീകരണവും നൽകുന്നു. ചില ദമ്പതികൾ ഒരു കുഞ്ഞ് വേണമെന്ന് തീരുമാനിച്ചാലുടൻ ഗർഭിണിയാകുന്നതായി തോന്നുന്നു. മറ്റു ചിലർക്ക് ഇതിന് സമയമെടുക്കും. എങ്ങനെ ഗർഭിണിയാകാം എന്നതിനെക്കുറിച്ചുള്ള ചില നുറുങ്ങുകൾ ഇതാ. അണ്ഡോൽപാദനം ഓവുലേഷൻ എങ്ങനെ പ്രവചിക്കാം? ഓവുലേഷന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രധാനമാണ്. നിങ്ങൾ അണ്ഡോൽപാദനം എപ്പോൾ നടത്തുന്നുവെന്ന് അറിയുകയും അണ്ഡോൽപാദനത്തിന് 3 മുതൽ 4 ദിവസം വരെ അണ്ഡോൽപാദനത്തിന് ശേഷമുള്ള ഒരു ദിവസം വരെ പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഗർഭിണിയാകാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു. അണ്ഡോൽപാദനം ഒരു അണ്ഡം പുറത്തുവിടുന്ന പ്രക്രിയയാണ് അണ്ഡോൽപാദനം. അണ്ഡോൽപാദനത്തിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ പ്രധാനമാണ്, കാരണം ബീജം അണ്ഡം പുറത്തുവന്നതിന് ശേഷം ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെ ബീജത്തെ ബീജസങ്കലനം ചെയ്യാൻ കഴിയും. ലൈംഗിക ബന്ധത്തിന് ശേഷം ഏകദേശം 3 മുതൽ 5 ദിവസം വരെ സ്ത്രീകളുടെ പ്രത്യുത്പാദന നാളത്തിനുള്ളിൽ ബീജത്തിന് ജീവിക്കാൻ കഴിയും. അണ്ഡോൽപാദന സമയത്ത് അണ്ഡാശയത്തെ ഗർഭാശയവുമായി ബന്ധിപ്പിക്കുന്ന ട്യൂബുകളിൽ, ഫാലോപ്യൻ ട്യൂബുകൾ എന്നറിയപ്പെടുന്ന ട്യൂബുകളിൽ ജീവനുള്ള ബീജം ഉണ്ടാകുമ്പോഴാണ് ഗർഭിണിയാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാകുന്നത്. അതുകൊണ്ടാണ് അണ്ഡോൽപാദനത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രധാനമായിരിക്കുന്നത്. മിക്ക ആർത്തവചക്രങ്ങളിലും, അടുത്ത ആർത്തവം ആരംഭിക്കുന്നതിന് ഏകദേശം 14 ദിവസം മുമ്പാണ് അണ്ഡോൽപാദനം മിക്കപ്പോഴും സംഭവിക്കുന്നത്. മിക്ക ആളുകളുടെയും കാര്യത്തിൽ, ആർത്തവചക്രത്തിന്റെ മധ്യബിന്ദുവിന് മുമ്പോ ശേഷമോ 4 ദിവസങ്ങളിലാണ് അണ്ഡോൽപാദനം നടക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. പലരെയും പോലെ, നിങ്ങൾക്ക് 28 ദിവസത്തെ ആർത്തവചക്രമില്ലെങ്കിൽ, നിങ്ങളുടെ ആർത്തവം എപ്പോൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ട്രാക്ക് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സൈക്കിളിന്റെ ദൈർഘ്യവും മധ്യബിന്ദുവും കണ്ടെത്താനാകും. ബീജം യോനിയിൽ പ്രവേശിച്ച് സെർവിക്സിലൂടെയും ഗർഭാശയത്തിലൂടെയും ഫാലോപ്യൻ ട്യൂബിലേക്ക് സഞ്ചരിച്ച് ഒരു അണ്ഡത്തെ ബീജസങ്കലനം ചെയ്യുമ്പോഴാണ് ഗർഭധാരണം സംഭവിക്കുന്നത്. നിങ്ങൾ അണ്ഡോൽപാദനം നടത്തുന്ന സമയത്ത് നിങ്ങൾ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു അണ്ഡം തയ്യാറാകുകയും നിങ്ങൾ ഏറ്റവും ഫലഭൂയിഷ്ഠമായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ 40 വയസ്സിന് താഴെയാണെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ പതിവായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ, 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഗർഭിണിയാകാനുള്ള സാധ്യത 8-ൽ 10 ആണ്. ഓവുലേഷൻ വിൻഡോ. ഓവൽഷൻ വിൻഡോ ഒരു സ്ത്രീയുടെ ആർത്തവചക്രത്തിൽ ഗർഭധാരണം സാധ്യമാകുന്ന ദിവസങ്ങൾ ആണ് സംസാരിക്കുന്നത്. ഓവുലേഷൻ വിൻഡോ ആർത്തവചക്രത്തിന്റെ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഇത് സ്ത്രീകൾക്കിടയിൽ വ്യത്യാസപ്പെടുന്നു. ഓവുലേഷൻ വിൻഡോ എന്നത് അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തുവരുന്ന ദിവസവും, അണ്ഡോൽപാദനം അതിന് 5 ദിവസങ്ങൾക്ക് മുമ്പുമാണ്. ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഗർഭിണിയാകാനുള്ള ഏറ്റവും നല്ല അവസരം നൽകുന്നു. അണ്ഡാശയത്തിൽ നിന്ന് പക്വമായ അണ്ഡം പുറത്തുവരുമ്പോഴാണ് അണ്ഡോൽപാദനം. തുടർന്ന് അണ്ഡം ഫാലോപ്യൻ ട്യൂബിലൂടെ താഴേക്ക് നീങ്ങുകയും അവിടെ ബീജസങ്കലനം നടത്തുകയും ചെയ്യുന്നു. അണ്ഡം പുറത്തുവരുമ്പോൾ ബീജം ഫാലോപ്യൻ ട്യൂബിലാണെങ്കിൽ, അണ്ഡം ബീജസങ്കലനം ചെയ്യപ്പെടാനും ഒരു കുഞ്ഞായി വളരാനും സാധ്യതയുള്ള ഒരു ഭ്രൂണം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. അണ്ഡോൽപാദനത്തിന് 5 ദിവസങ്ങൾക്ക് മുമ്പോ അണ്ഡോൽപാദന ദിവസത്തിലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ സാങ്കേതികമായി ഗർഭധാരണം സാധ്യമാകൂ. എന്നാൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ദിവസങ്ങൾ അണ്ഡോൽപാദനത്തിന് മുമ്പുള്ള 3 ദിവസങ്ങളാണ്, അണ്ഡോൽപാദനം ഉൾപ്പെടെ. ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഗർഭിണിയാകാനുള്ള ഏറ്റവും നല്ല സാധ്യത നൽകുന്നു. നിങ്ങൾ അണ്ഡോൽപാദനം നടത്തുമ്പോൾ അറിയുന്നത് ശരിയായ സമയത്ത് ലൈംഗിക ബന്ധത്തിന് ആസൂത്രണം ചെയ്യാനും ഗർഭിണിയാകാനുള്ള സാധ്യത മെച്ചപ്പെടുത്താനും സഹായിക്കും. ഒരു ചാർട്ടിലോ ഡയറിയിലോ നിങ്ങളുടെ സ്മാർട്ട്ഫോണിലെ ഒരു സൗജന്യ പീരിയഡ് ട്രാക്കർ ആപ്പിലോ നിങ്ങളുടെ ആർത്തവചക്രത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം കണക്കാക്കാൻ, രക്തസ്രാവം ആരംഭിക്കുന്ന ആദ്യ ദിവസം, ആർത്തവത്തിന്റെ ആദ്യ ദിവസം രേഖപ്പെടുത്തുക. ഇത് 1-ാം ദിവസമാണ്.
നിങ്ങളുടെ സൈക്കിളിന്റെ അവസാന ദിവസം നിങ്ങളുടെ അടുത്ത ആർത്തവം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ദിവസമാണ്. ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ സമയം വ്യക്തിഗത സാഹചര്യങ്ങളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു, അവയിൽ ഇവ ഉൾപ്പെടുന്നു. പ്രായം: 35 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടുതലാണ്, ആരോഗ്യകരമായ ഗർഭധാരണവും. ആരോഗ്യം: നിലവിലുള്ള മെഡിക്കൽ അവസ്ഥകളോ ആശങ്കകളോ ഗർഭധാരണ സമയത്തെ ബാധിച്ചേക്കാം. ബന്ധസ്ഥിരത: പിന്തുണയ്ക്കുന്ന പങ്കാളിത്തം ഗുണം ചെയ്യും. വൈകാരിക സന്നദ്ധത: രക്ഷാകർതൃത്വത്തിന് തയ്യാറാണെന്ന് തോന്നുന്നത് നിർണായകമാണ്. സാമ്പത്തിക സ്ഥിരത: ഒരു കുട്ടിയെ വളർത്തുന്നതിന് ഗണ്യമായ വിഭവങ്ങൾ ആവശ്യമാണ്. ആത്യന്തികമായി, ശരിയായ സമയം എന്നത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ശാരീരികമായും വൈകാരികമായും സാമ്പത്തികമായും തയ്യാറാണെന്ന് തോന്നുന്ന സമയമാണ്. മാതൃത്വത്തിന്റെ സന്തോഷം സ്നേഹവും അദ്ഭുതവും പരിപോഷണവും നിറഞ്ഞ ഒരു അഗാധമായ അനുഭവമാണ്. ലോകത്തിലേക്ക് പുതിയ ജീവൻ കൊണ്ടുവരികയും ഒരു ചെറിയ മനുഷ്യനെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഒരു പദവിയാണ്. മാതൃത്വം അതിയായ സന്തോഷവും സംതൃപ്തിയും ലക്ഷ്യബോധവും നൽകുന്നു, അത് ആജീവനാന്ത ഓർമ്മകളും ബന്ധങ്ങളും സൃഷ്ടിക്കുന്നു. ഗർഭിണിയാകുന്നതിനെക്കുറിച്ചുള്ള ചില സാധാരണ മിഥ്യാധാരണകൾ ഇതാ. 1. ആർത്തവ സമയത്ത് നിങ്ങൾക്ക് ഗർഭിണിയാകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സാധ്യത കുറവാണെങ്കിലും ആർത്തവ സമയത്ത് ഗർഭധാരണം സാധ്യമാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചെറിയ ആർത്തവചക്രമുണ്ടെങ്കിൽ. 2. അണ്ഡോൽപാദന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഗർഭിണിയാകാൻ കഴിയൂ. യഥാർത്ഥത്തിൽ ബീജത്തിന് സ്ത്രീകളുടെ പ്രത്യുത്പാദന നാളത്തിനുള്ളിൽ 5 ദിവസം വരെ ജീവിക്കാൻ കഴിയും, അതിനാൽ അണ്ഡോൽപാദനത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിൽ ഇപ്പോഴും ഗർഭധാരണം സംഭവിക്കാം. 3. ചില സ്ഥാനങ്ങൾ ഗർഭധാരണത്തെ തടയാൻ കഴിയും. യഥാർത്ഥത്തിൽ നിർദ്ദിഷ്ട സ്ഥാനങ്ങൾ ഗർഭധാരണത്തെ തടയുകയോ ഉറപ്പ് നൽകുകയോ ചെയ്യുമെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. 4. നിങ്ങൾ മുലയൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗർഭിണിയാകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ മുലയൂട്ടൽ അണ്ഡോൽപാദനത്തെ വൈകിപ്പിക്കുമെങ്കിലും ഇത് ഒരു മണ്ടത്തരമായ ജനന നിയന്ത്രണ രീതിയല്ല, കൂടാതെ ശ്രദ്ധേയമായ ലക്ഷണങ്ങളില്ലാതെ അണ്ഡോൽപാദനം പുനരാരംഭിക്കാം. 5. സമ്മർദ്ദം ഗർഭധാരണത്തെ തടയുന്നു. യഥാർത്ഥത്തിൽ ഉയർന്ന സമ്മർദ്ദ നിലകൾ പ്രത്യുൽപാദനക്ഷമതയെ ബാധിക്കുമെങ്കിലും അത് വിശ്വസനീയമായ ഒരു ഗർഭനിരോധന മാർഗമല്ല. 6. ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം നിങ്ങൾക്ക് ഗർഭിണിയാകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പ്രായത്തിനനുസരിച്ച് പ്രത്യുൽപാദനക്ഷമത കുറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് 40 വയസ്സിനു ശേഷവും ഗർഭധാരണം നടത്താൻ കഴിയും, എന്നിരുന്നാലും സാധ്യത കുറവാണ്. 7. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കുന്നത് ഗർഭധാരണത്തെ തടയുന്നു.